അക്ഷരപത്മങ്ങളെ അൻപിയെന്നാത്മാവിനെ അമൃതമൂട്ടിക്കുക. തുഞ്ചത്തെ കാഞ്ഞിര കൈപ്പു തൊട്ടെഴുതുക. ചുണ്ടത്ത് സ്നേഹത്തിൻ മധുരമായി തീരുക. അമ്മ ചേർത്തു പിടിച്ചു തന്നത് നന്മ മലയാളം. അച്ഛനൊപ്പമിരുന്നു കേട്ടത് അൻപ് മലയാളം. അമ്മ ചേർത്തു പിടിച്ചു തന്നത് നന്മ മലയാളം. അച്ഛനൊപ്പമിരുന്നു കേട്ടത് അൻപ് മലയാളം. അംഗമേറിയിരുന്ന കുഞ്ഞിന് കിങ്ക് മലയാളം. കങ്കണങ്ങളണിഞ്ഞു വന്നത് മംഗമലയാളം. ചൂട്ടുകെട്ടിയിറങ്ങി വന്നത് നാട്ടുമലയാളം. കൂട്ടുതേടിയൊരുങ്ങി വന്നത് പാട്ടുമലയാളം. അരങ്ങിൽ നിന്നും ചിരിച്ചു വന്നത് കോട്ടക്കൽ മൂളുന്ന കിസിൽ കേട്ടു. കുഞ്ഞാലി തന്നൊരു വീര്യം വീര്യം. ആയക്കപ്പലിൽ വന്ന പറങ്കികൾ വിറച്ചു പോയില്ലേ. അറബിക്കടലിൻ അറബന മുട്ടിൽ പകച്ചു പോയില്ലേ. ഇരിങ്ങലാ കഥ കേട്ടു വളർന്നു മുതിർ
തൃക്കാലയ അന്താരാഷ്ട്ര കരകൗശലമേള വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. ഈ കരകൗശലമേളയുടെ 13ാമത് എഡിഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കരകൗശല മേളയായി ഇതിനകം ഇത് മാറിക്കഴിഞ്ഞിരിക്കുക. ഇത്തവണത്തെ പ്രത്യേകത വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 200-ലധികം കലാകാരന്മാർ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമ്പന്നമായ കലാ അനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ കരകൗശലമേള. അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിനപ്പുറം ഇതൊരു ടൂറിസം വേദി കൂടിയായി മാറുകയും വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പരമ്പരാഗത കഴിവുകൾ, പൈതൃകം എന്നിവ സംരക്ഷിക്കുകയും പരിശീലനത്തിലൂടെയും വിൽപ്പനയിലൂടെയും അവയെ സജീവമായി നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത്തരം മേളകൾ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം കരകൗശല കലാകാരന്മാർക്കുള്ള അവരുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നു. കരകൗശല കലാകാരന്മാർക്ക് വരുമാനം, തൊഴിലവസരം എന്നിവ ഉറപ്പാക്കാനും പ്രാദേശിക ജനതയെ ടൂറിസത്തിലേക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഡെസ്റ്റിനേഷൻ ബ്രാൻഡിങ്ങിന് കൂടി ഇത്തരം മേളകൾ നമുക്ക് ഏറെ സഹായകരമാണ്. സന്ദർശകരെ ആകർഷിക്കുകയും നിലനിൽക്കുന്ന ഓർമ്മകളായി മാറുകയും ചെയ്യുന്ന അതുല്യമായ സൊവനീറുകളാണ് ഈ മേള പ്രദാനം ചെയ്യുന്നത്. നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രത്യേകത ആ രാജ്യത്തിൻ്റെതായ സൊവനീറുകൾ നമുക്ക് വാങ്ങാനും അത് സൂക്ഷിക്കാനും സാധിക്കും. ഇവിടെ അതിന് സമാനമായി ഇത്തരം സുവനീറുകൾ ഈ മേള പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് എല്ലാ നിലയിലും ഇത് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റാണ്. ലളിതമായ കാഴ്ചകൾക്കപ്പുറം സാംസ്കാരിക പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്ന ആഴത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേളയുടെ ഭാഗമായി ഒരുക്കുന്നത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാകണം. ക്രാഫ്റ്റ് വില്ലേജ് ഉൾപ്പെടുന്ന മേഖലകളിൽ ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നതിന് 100 കോടിയോളം രൂപയുടെ പ്രവർത്തനം നടന്നു വരികയാണ്. ക്രാഫ്റ്റ് വില്ലേജ് കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നു. കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ക്രാഫ്റ്റ് വില്ലേജ്. ഇതിനെ ഇനിയും നമുക്ക് വികസിപ്പിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട MP ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി ക്രാഫ്റ്റ് വില്ലേജിനെ മാറ്റിത്തീർക്കാനുള്ള ഇടപെടലുകൾ നല്ല നിലയിൽ നടത്തണം. അടുത്ത വർഷത്തെ ഈ കരകൗശല മേള നടക്കുമ്പോൾ 100 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം പൂർത്തീകരിച്ച് കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമുക്കിതിനെ മാറ്റി തീർക്കാനാകും എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് MP, നമുക്കിപ്പോൾ ഇവിടെ MLA ഇല്ല, നമുക്കറിയാം. ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ ലോകമറിയപ്പെടുന്ന കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോഴിക്കോട് ഒരു പരിപാടിയിൽ എത്തിച്ചേരാനുള്ള, അതുകൊണ്ട് തന്നെ പോകാനുള്ള അനുമതി കൂടി നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആഘോഷങ്ങൾ നമ്മൾ പലപ്പോഴും എല്ലാ അതിരുകൾക്കും അതിർത്തികൾക്കും അപ്പുറത്തേക്ക് ഒരുമിച്ച് ആസ്വദിച്ചവരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിഷുവിൻ്റെ ഉണ്ടാക്കുന്ന പായസത്തിന്, സദ്യക്ക്
അടുത്ത വീട്ടിലെ ജാതിയും മതവും നോക്കാതെ ആളുകളെ വിളിച്ചൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഓണത്തിന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ക്രിസ്മസ് വരുമ്പോൾ ഉണ്ടാക്കുന്ന കേക്കാണെങ്കിലും ഭക്ഷണമാണെങ്കിലും തൊട്ടടുത്ത വീട്ടിൽ കൂടെ എത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. പെരുന്നാളിനുണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിലും മറ്റെന്താണെങ്കിലും അത് അപ്പുറത്തെ വീട്ടിലും കൂടെ കൊടുത്ത് ഉള്ളതിനെ പരസ്പരം ഇങ്ങനെ പങ്കുവെച്ച് ജീവിച്ചിരുന്നൊരു സമൂഹത്തിൽ ആഘോഷങ്ങളിൽ പരസ്പരം പങ്കാളികളായ ശീലം നമുക്കുള്ളൂ എന്നുള്ളത് അറിയാം. വർത്തമാനകാലത്ത് ചില ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വേദനിക്കുകയാണ്. കാരണം ഒരാളുടെയും ആഘോഷത്തെ തടസ്സപ്പെടുത്തിയല്ല, എല്ലാ ആഘോഷങ്ങളിലും പരസ്പരം പങ്കുചേർന്ന ശീലവും രീതിയുമാണ് ഈ നാടിൻ്റെ ഐക്യത്തെ എക്കാലവും നിലനിർത്തിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവും നമ്മളെല്ലാവരും അനുഭവിച്ച കാര്യവുമാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഒരുമിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഇവിടെ സർഗാലയെ സംബന്ധിച്ച് വരുമ്പോൾ എന്നോട് വണ്ടിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പറയായിരുന്നു, പഴയ ഒരു ഇരിങ്ങപ്പാറ എന്ന് വിളിക്കപ്പെടുന്നിരുന്ന ഒരു പാറയായിരുന്നു ഇതെന്ന് പറയും. അവിടെ നിന്നൊരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു പാറ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇമോഷൻ അനുഭവപ്പെടുന്നില്ല. പക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്ന് മനുഷ്യരുടെ വികാരങ്ങളെ, അവരുടെ കഴിവുകളുടെ, അവരുടെ ശേഷിയെ, അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ ഭാവനയെ, അവരുടെ കരവിരുതനെ, അവരുടെ സ്കില്ലുകളെ അതിനെ ലോകത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദിയായി ഇത് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇനിയുള്ള വളർച്ചയും നാടിനെ സംബന്ധിച്ചിടത്തോളം അത് നാടിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയുടെ അളവുകോലും പടവുകളുമായിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. നേരത്തെ മിനിസ്റ്റർ ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ പ്രദേശത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള തുകയിൽ നിന്നുള്ള അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ കൂടെ നടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. ഭൂതകാലത്തെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ ഓർമ്മകളുടെ പങ്കുവെക്കലുകളുടെ ഏടുകളുടെ അത് ചരിത്രം എഴുതലിൻ്റെ മാത്രം വേദിയായിരിക്കില്ല. അങ്ങനെ പകർന്നു കിട്ടിയ കാര്യങ്ങളെ അത് അടുത്ത കാലത്തേക്ക് മനുഷ്യന് ജീവിക്കാനും കൂടെയുള്ളൊരു വേദിയായി മാറ്റുന്നു. ഒരു കലാകാരൻ്റെ അഭിമാനബോധത്തെയും അവരുടെ ശേഷിയെയും അതിൻ്റെ പൈതൃകത്തെയും മാത്രമല്ല, അവരുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇത് യഥാർത്ഥത്തിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായേ പറ്റൂ. കാരണം സാമ്പത്തികമായ ക്രയവിക്രയങ്ങളും ശേഷിയും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുക. ആളുകൾ കടന്നു വരുമ്പോൾ, നിങ്ങളിവിടെ കടന്നു വരുമ്പോൾ തന്നെ അവിടെ കാണുന്ന ഫുഡ് കോർട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കുമ്പോൾ അത് എത്ര കുടുംബങ്ങളിലേക്കാണ് അതിൻ്റെ പണം എത്തുന്നത്. വഴിയരികിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വാങ്ങി കഴിക്കുമ്പോൾ അത് എത്ര പേരിലേക്കാണ് അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പങ്കെത്തുന്നത്. തിരിച്ചു പോകുമ്പോൾ ഒരു ബലൂൺ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു തരത്തിലുള്ള ചെറിയൊരു ഹെയർ ബാൻഡ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊക്കെ നടക്കുന്നൊരു എക്കണോമിക് ആക്ടിവിറ്റിയുണ്ട്. അതിനൊരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല. കലയോടും പാരമ്പര്യത്തോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല. ആ ഇഷ്ടത്തോടെ അതിനെ പാഷനേറ്റായിട്ട് കാണുന്ന ആളുകൾക്ക് ജീവിക്കാനും വളരാനുമുള്ള വഴികൾ ഉണ്ടാവുക കൂടി ചെയ്യുമ്പോഴാണ് കലയും സംരക്ഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. പൈതൃകമായി കിട്ടിയതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ ഇവിടെ തന്നെ കടന്നു വരുന്ന രാജ്യങ്ങൾ, എത്രയോളം രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്, എത്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്. ആ വൈവിധ്യങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് സംരക്ഷിക്കുന്ന ഒരു ഇടം, ആ ഇടത്തിൻ്റെ ആ ഒരു സാങ്ക്ടിറ്റി മാത്രമല്ല, അവിടെ വരുമ്പോൾ അവർക്ക് ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ, ഒരു നൃത്തത്തിന് വേദി കിട്ടുമ്പോൾ ഈ കുട്ടികൾക്കുണ്ടാവുന്ന എക്സ്പോഷറിനെ, അവരുടെ ഡാൻസ് സ്കൂളിനുണ്ടാവുന്ന അതിനുണ്ടാവുന്ന ഒരു പേരിനെ, അവസരത്തെ, വരുമാനത്തെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ അതിനെയൊക്കെ പിന്തുണക്കാനും അതിൻ്റെ കൂടെ നടക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്, നമുക്കെല്ലാവർക്കുമുണ്ട്, ജനപ്രതിനിധികൾക്കുണ്ട്, പൊതുപ്രവർത്തകർക്കുണ്ട് എന്ന കാര്യത്തിന് സംശയം വേണം. ULCC ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി രംഗത്തിറങ്ങുമ്പോൾ അത് എല്ലാവരും ഓർത്തെടുക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കാര്യം, എവരിബഡി ഹാസ് ഗോട്ട് എ റോൾ ടു പ്ലേ. എല്ലാവർക്കും അവരുടേതായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ സംരക്ഷണ കാര്യത്തിൽ എനിക്കെന്താ പങ്ക്, എനിക്കൊന്നും ചെയ്യാനില്ല എന്നല്ല, എല്ലാവർക്കും ഉണ്ട്. ഓരോ വ്യക്തിക്കുമുണ്ട്, ഓരോ കുടുംബത്തിനുമുണ്ട്, ഒരു ജനതയ്ക്കുണ്ട്, ഒരു നാടിനുണ്ട് എന്ന കാര്യത്തിന് സംശയമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുണ്ടാവുന്ന ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം മെഷീൻസ് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഇപ്പം നാട്ടിൽ 3D പ്രിന്റിങ് വരെ തുടങ്ങുക. ഇനി ആളുകൾ പറയുന്നത് വീടൊക്കെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് പോലെ എല്ലാ സാധനം ഇപ്പോൾ പ്രീഫാബ് ഉൾപ്പെടെയുള്ള ടെക്നോളജി വന്നു. 3D പ്രിന്റിങ്ങിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പ്രിന്റ് ചെയ്ത് ഏത് മെറ്റീരിയലാണെങ്കിലും അത് പ്രിന്റ് ചെയ്ത് കിട്ടാനുള്ള ആ സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ മെഷീൻസിനെ സംബന്ധിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചാണ്. നമുക്ക് വേഗത്തെക്കുറിച്ച് അറിയാം, സ്പീഡിനെ സംബന്ധിച്ചാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ട്രെയിനിൻ്റെ വേഗത, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വായിച്ചു 8000 നോട്ടിക്കൽ മൈൽ വേഗതയിൽ പറക്കുന്ന ഒരു ഫ്ലൈറ്റിനെ സംബന്ധിച്ച് രമേശേട്ട കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത വായിക്കാനിടയായി.
അപ്പൊ സ്പീഡിനെ സംബന്ധിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ 3Gയിൽ നിന്ന് 4Gയിലേക്ക് മാറിയതിനെ, 4Gയിൽ നിന്ന് 5Gയിലേക്ക് മാറിയതിനെ, 5G ഇനി 6G ആവുമ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന മൊത്തം കണ്ടന്റിനെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു സെക്കൻഡ് മതി എന്ന തരത്തിൽ വേഗതയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്ഷമയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. നോട്ട് അബൌട്ട് സ്പീഡ് ബട്ട് അബൌട്ട് പേഷ്യൻസ്. ഒരു കരവിരുതിന്, ഒരു ശില്പത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നൂലുകൊണ്ട് നെയ്യുന്നതിനെ ആളുകൾക്ക് ആസ്വദിക്കാനും വാങ്ങിക്കൂടെ കൂട്ടാനും തോന്നുന്ന തരത്തിൽ മനോഹരമാക്കുന്നതിൻ്റെ പിന്നിലെ ക്ഷമയെ സംബന്ധിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന എന്ന് വെച്ചാൽ ചില വേരുകളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ടെക്നോളജി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടെക്നോളജി ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷെ ഇത്തരം വേദികൾ ആ തടഞ്ഞു നിർത്താൻ കഴിയാത്ത, ടെക്നോളജിക്ക് തരാൻ കഴിയാത്ത ഒന്നിനെ നമുക്ക് നൽകുന്നുണ്ട്. ഇമോഷൻസിനെ സംബന്ധിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആളുകളുടെ കരവിരുതനെ സംബന്ധിച്ച്, നമ്മുടെ ചരിത്രത്തെ സംബന്ധിച്ച്, ഇവിടെ നിങ്ങളുടെ സ്വാഗത നൃത്തത്തിൽ സൂചിപ്പിച്ച കുഞ്ഞാലി മരക്കാരെ സംബന്ധിച്ച് അവരൊരു കാലത്ത് ഇതിൻ്റെ സമുദ്ര ഗൗരവം എന്ന് പറയുന്നത് പോലെ ഈ നാടിൻ്റെ അതിർത്തി കാത്ത പോരാട്ടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കാലത്തിന് ശേഷമുള്ള ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിലുള്ള ഇത്തരം ശ്രമങ്ങളെ, അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള പോരാട്ടത്തിൽ ആ കുഞ്ഞാലി മരക്കാരുടെ പോരാട്ട വീര്യത്തെ ഉൾക്കൊണ്ട് നമ്മളെ കൊണ്ടാവുന്നതും ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലും പ്രതിജ്ഞയുമാണ് ഇത്തരം സംഗമങ്ങൾ നമുക്ക് നൽകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഈ കൂട്ടായ്മകൾ തന്നെയാണ് നാടിൻ്റെ ഏറ്റവും വലിയ കരുത്തും സൗന്ദര്യവും എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട. ആളുകൾക്ക് തമ്മിലടിക്കാൻ 1000 കാരണങ്ങളുള്ളപ്പോൾ, ജാതിയും മതവും ആളുകൾ വേർതിരിക്കുമ്പോൾ, ആഘോഷങ്ങൾക്ക് പോലും പരസ്പരം പരിമിതപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, ഒരുപക്ഷെ ഞാൻ തുറന്നു പറയുന്നു, രാഷ്ട്രീയം പരാജയപ്പെടുമ്പോഴും നാടിൻ്റെ ഐക്യത്തെ ചിലപ്പം കാക്കാൻ കഴിയുന്നത് കലയ്ക്കും കലാകാരനും ശില്പിക്കുമായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അപ്പൊ അവിടെ നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകമായി, നമുക്കെല്ലാവർക്കും ഒന്നിച്ചു വരാനും ചേരാനുള്ള ഒരു ഘടകമായി ഇത്തരം വേദികൾ മാറുമ്പോൾ അതിന് 13, 14 ആവേണ്ടതും 14, 100 ആവേണ്ടതും അതിനും അപ്പുറത്തേക്കുള്ള ആവശ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ സംഗമത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെയും നമ്മുടെ സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് താങ്ക് യു അവനെ വിളിച്ചുകൊണ്ടിരുന്നു ഇത്ര തന്നെ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഇപ്പം കടന്നു വന്നിരിക്കുന്ന കുറേ ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കരവിരുതുകൾ ശരിക്കും അത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് പാസ്റ്റ് അല്ല, അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു ശേഷിയുടെ ഓർമ്മപ്പെടുത്തലല്ല, അത് ഫ്യൂച്ചറും കൂടിയാണ്. അത് ഞാൻ സൂചിപ്പിച്ചത് അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി കൂടി ആയി അത് നിലനിൽക്കുന്നത്. അവരുടെ സർഗാത്മകത മാത്രമല്ല, അവർക്ക് ജീവിക്കണം. ആ കഴിവും ശേഷിയും അതിനെ നിലനിർത്താൻ അവർക്ക് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു പൊതുസമൂഹം ഉണ്ടാകുമ്പോൾ ചില ചിത്രങ്ങൾ ഞാൻ പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളുടെ സൃഷ്ടികളാണെങ്കിലും ഇപ്പം ഇവിടെ നിന്നുണ്ടാക്കുന്ന നൂല് കൊണ്ട് നൂറ്റെടുക്കുന്ന ഒരു സാധനം കരയും കടലും കടന്ന് വേറൊരു രാജ്യത്തും വേറൊരു കോണ്ടിനെന്റിലും വന്നു ചേർന്ന് അവരത്തെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ചുമരിൽ അത് ചാർത്തപ്പെടുമ്പോൾ അവിടെ ആ പറയുന്ന ഒരു ആക്ടിവിറ്റിയെ അതിന് പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാവണം. മനുഷ്യർ അതിനകത്ത് ഇടപെടണം. അതിനാണ് ഇന്ന് വൈകുന്നേരത്തെ നിങ്ങളുടെ ഈ സാന്നിധ്യം ഉറപ്പുവരുത്താൻ കഴിയുക. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒറ്റ വാചകം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട 2 വാചകം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ നാട്ടിൽ ആളുകൾ ഇതിൻ്റെ എല്ലാ ഇടയിലും മനുഷ്യൻ്റെ ബോധം നശിച്ചു പോകുന്ന ചില സംവിധാനങ്ങളുടെയൊക്കെ പുറകെ അതാണ് സന്തോഷം എന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും മനുഷ്യൻ്റെ ബോധം നശിച്ചിട്ട് കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ ഹാപ്പിനെസ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. അവരോട് അല്ല എന്ന് പറയാൻ ഈ കുട്ടികൾക്ക് സാധിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം വേണം. ആ നൃത്തച്ചുവടുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു പിന്തുണയും കയ്യടിയും, ആ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാവുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പുഞ്ചിരിയും അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പിന്തുണയും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എല്ലാ മയക്കുമരുന്നുകളെക്കാളും ലഹരി നല്ലൊരു പാട്ടിനും നൃത്തത്തിനും നമുക്ക് നൽകാൻ കഴിയുമെന്ന് യുവതലമുറ കൂടെ പഠിക്കുന്ന വേദികളായി ഇത്തരം വേദികൾ മാറട്ടെ എന്നും. രണ്ടാമത്, വികസന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നാടിൻ്റെ, നമ്മുടെ ഒരു പാരമ്പര്യത്തെ, നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ ലെഗസി ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ കളരിപ്പയറ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വടക്കൻ പാട്ട് ഉൾപ്പെടെയുള്ള കുഞ്ഞാലി മരക്കാരുടേത് ഉൾപ്പെടെയുള്ള നമ്മുടെ ചരിത്രത്തെ, അത് കഴിഞ്ഞ കാലത്തെ കൊഴിഞ്ഞുപോയ ഏടുകൾ മാത്രമല്ല, അതിനെ ഭാവിയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പണി കൂടിയാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളത് അറിയാം. ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് നിർവഹിക്കാനും രാഷ്ട്രീയത്തിനും ജാതി
സംസാര ചിന്തകൾക്കും അതീതമായി ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരിക്കും എന്നുകൂടെ വിനീതമായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസായി പുതുവത്സര ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. ഈ ഒരു ഡസ്റ്റ് പാന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. കരയാണൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് 1 മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിനൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.